വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിൽ 4 ഗോള് ഫസ്റ്റ് ഹാഫിൽ പിറന്ന 8 മത്സരങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതിലെ ഒരു മത്സരം കാണാൻ നമുക്ക് ഈ വേൾഡ് കപ്പ് കാണുന്ന എല്ലാവർക്കും ഭാഗ്യം ഉണ്ടായി തന്നെയാണ് കേട്ടോ ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ഒരു കളി മിസ്സാക്കിയവർ ഈ വേൾഡ് കപ്പിൽ തന്നെ മികച്ച ഒരു കളിയിലെ ഒരു കളിയാണ് നിങ്ങൾക്ക് മിസ്സായിട്ടുള്ളത്. ഈ ഇംഗ്ലണ്ട് വേഴ്സസ് ക്രൊയേഷ്യനായിട്ടുള്ള മത്സരത്തിനെ കുറിച്ചാണ് ഞാൻ പറയണത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ടീം ഇത്രയും നാൾ കപ്പ് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് ലെജൻഡുകൾ മാറി മാറി വന്നിട്ടും എവിടെയും എത്താതെ, അല്ലെങ്കിൽ നോർമലായിട്ട് എപ്പോഴും തുടങ്ങുന്ന ഒരു ഇംഗ്ലണ്ട് ടീം ഒരു വൻ മാറ്റത്തിലൂടെ, അല്ലെങ്കിൽ അവരുടെ കളിയുടെ സ്റ്റൈല് തന്നെ മാറിയിട്ട് ഒരു മോഡേൺ ഫുട്ബോൾ അഡാപ്റ്റ് ചെയ്തുകൊണ്ട് എന്താണോ ഒരു മോഡേൺ ഫുട്ബോൾ ആഗ്രഹിക്കുന്നത് ആ ചേരുവകളെല്ലാം ഫില്ല് ചെയ്തിട്ടാണ് തോമസ് തുഷേൽ ഇംഗ്ലണ്ടിനെ ഈ വേൾഡ് കപ്പിനെ കൊണ്ടുവരുന്നതെന്നാണ് നമുക്ക് ഈ കളിക്ക് ശേഷം മനസ്സിലാവുന്നത്. ക്രൊയേഷ്യയുടെ കാര്യം ആലോചിച്ച് നോക്കിയേ. മോഡ്രിച്ച് ഏകദേശം കളിയുടെ പകുതി മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി വി ആർ ഗോയിങ് ടു വിറ്റ്നസ് ആൻ എൻഡ് ഓഫ് എൻ എറ. കാരണം ആളെ കൊണ്ട് പറ്റണില്ല. 59ാമത്തെ മിനിറ്റിൽ 60 മിനിറ്റിനോടൊക്കെ അടുത്തായിട്ട് ലൂക്ക മോഡ്രിച്ചിനെ സബ് ഓഫ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ആലോചിച്ച് പോകും നമ്മുടെ മനസ്സിൽ, ഈ ഒരു മനുഷ്യനല്ലേ ഇത്രയും നാൾ നമ്മളെ മിഡ്ഫീൽഡ് കൊണ്ട് മാജിക് കാണിച്ചിട്ട് ഫൈനൽ വരെ ക്രൊയേഷ്യനെ എത്തിച്ച് കൊണ്ടുപോയത് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് സങ്കടം. സോ ഇത് ഒരുപാട് പേരുടെ ലാസ്റ്റ് ഡാൻസ് ഉള്ള വേൾഡ് കപ്പാന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ഏറെ ഈ വേൾഡ് കപ്പ് നമ്മളോടുകൂടി അറ്റാച്ച്ഡ് ആവുന്നത് എന്നുള്ളതാണ് സത്യം. കുറേ പ്രശ്നങ്ങളുണ്ട് US ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. കളിക്കാർക്ക് കുറേ പേർക്ക് വരാൻ പറ്റിയില്ല, അവരുടെ മാതാപിതാക്കൾക്ക് വരാൻ പറ്റിയില്ല, റഫറിക്ക് വരാൻ പറ്റിയില്ല, വിസയുടെ പൈസയുടെ കാര്യങ്ങൾ, നമ്മുടെ നാട്ടിൽ നിന്ന് കുറേ പേർക്ക് പോകാൻ പറ്റിയില്ല. ഇപ്പം അടുത്ത് നടന്ന വേൾഡ് കപ്പിലുള്ള എല്ലാ വെന്യൂസും എടുത്ത് നോക്കിയാൽ ഏറ്റവും മോശമായിട്ടുള്ള, അല്ലെങ്കിൽ വേഴ്സ്റ്റ് കൺട്രി ചോസൺ ബൈ ഫിഫ USA ആയിട്ടാണ് മീഡിയ ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി തന്നെയാണ്, എൻ്റെ ടേക്കും അത് തന്നെയാണ്. ഇത്രയും പ്രശ്നങ്ങൾ, അതേപോലെ സെനഗലിൻ്റെ ഗ്രൗണ്ടിൽ നോർവേയുടെ ഗ്രൗണ്ടിലാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, പാമ്പുകളെ കണ്ടു എന്നാണ് പറയുന്നത്. ഇംഗ്ലണ്ട് ടീം ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് അവരുടെ ട്രെയിനിങ് എക്യുപ്മെൻറ്റ്സ്, ട്രെയിനിങ് ബൂട്ടുകൾ ഇതെല്ലാം കൊണ്ടുപോകുന്ന വാൻ കൊള്ളയടിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ജർമ്മൻ ഫാൻസിനെ കുറിച്ചാണ്. ഖത്തറിൽ വേൾഡ് കപ്പ് നടക്കുമ്പോൾ അവിടെ LGBTക്കാരെ കയറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ബിയറിൻ്റെ മദ്യത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഒരു കൂട്ടരുണ്ട് ജർമ്മനി. ഇഷ്ടം പോലെ ജർമ്മനിയിൽ പ്രൊട്ടസ്റ്റുകൾ നടന്നത് ഇന്നും ഓർത്തെടുക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. ഇപ്പോൾ അവർക്ക് ഒരു പ്രശ്നവുമില്ല, യാതൊരു കുഴപ്പമില്ല. നമ്മൾ വിഷയത്തിൽ നിന്ന് മാറി, അത് പോട്ടെ, തിരിച്ച് ഇംഗ്ലണ്ട് വേഴ്സസ് ക്രൊയേഷ്യയ്ക്ക് വരാം. എന്തൊരു മത്സരമാണ് നമ്മൾ കണ്ടത് ശരിക്കും. ഫസ്റ്റത്തെ ഗോള് ആ മോഡ്രിച്ച് എന്ന പെനാൽറ്റിക്ക് വിനയായല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് സങ്കടം വരുന്നത്. അത് നോനി മാഡുവയ്ക്കാനെ ഫൗൾ ചെയ്യുന്നതോടുകൂടി ഫസ്റ്റ് പെനാൽറ്റി. ആ പെനാൽറ്റി നമ്മുടെ കീപ്പർ ഒരു സ്റ്റെപ്പ് ഫ്രണ്ടിലേക്ക് വന്നിട്ട് അത് തട്ടിയിട്ടോട് കൂടിയിട്ട് സത്യം പറഞ്ഞാൽ ക്രൊയേഷ്യൻ ടീം അംഗങ്ങൾ ആഹ്ലാദത്തിൽ തുടങ്ങി. ആ റീബൗണ്ടിന് വേണ്ടി തിരിച്ച് കളിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ ടെക്നോളജിയുടെ സംഭവം നമ്മുടെ ഫുട്ബോളിൻ്റെ ഇടയിൽ വന്നിട്ട് ഇത്രയും മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഇത്രയും ചേഞ്ചസ്, അല്ലെങ്കിൽ ഇത്രയും അപ്ഡേറ്റ്സ് ഒരു ടീമിൽ, ഒരു കളിയിൽ അത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നതെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം നിമിഷ നേരം കൊണ്ടാണ് ആൾക്ക് കോൾ വരുന്നത്, ഇത് ചെക്ക് ചെയ്യണമെന്ന് പറയുന്നത്. ചെക്ക് ചെയ്യുമ്പോൾ 2 പ്രശ്നങ്ങളാണ് ആ പെനാൽറ്റിയിൽ ഉണ്ടായിരുന്നത്. ഒന്ന്, 2 സ്റ്റെപ്പ് വെച്ചു വന്നു ഗോൾ കീപ്പർ. നോർമലി ഒരു പെനാൽറ്റി സേവ് ചെയ്യുമ്പോൾ കീപ്പറിന് പുറത്ത് വരാം, പക്ഷേ ഒരൊറ്റ കാലം അത് ജമ്പ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഞാനത് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം ഞാൻ ഒരു കീപ്പർ ആയതുകൊണ്ടാണ് കേട്ടോ. സോ ഒരുപാട് ഇവിടെ കളിക്കുമ്പോഴാണെങ്കിലും, ഇവിടെ ഇപ്പോൾ നമ്മൾ സെവൻസ് കളിക്കുകയാണെങ്കിലും നാട്ടിലാണെങ്കിലും എവിടെയാണെങ്കിലും ഈ റൂള് ഭയങ്കര കോമൺ ആണ്. ഇപ്പോൾ നമുക്ക് ഡൈവ് ചെയ്യാൻ ഒരു സ്റ്റെപ്പ് നമുക്ക് ഫ്രണ്ടിൽ വെക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അത് പെനാൽറ്റി വീണ്ടും റീടേക്ക് ചെയ്യേണ്ടി വരും. ഇത് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയുണ്ടാവും, അറിയാത്തവർക്കുമായിട്ട് പറഞ്ഞതെന്ന് മാത്രം. അതേപോലെ തന്നെ ഗാർഡിയോള് ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറുകയും ചെയ്തു. അതായത് പെനാൽറ്റി എടുക്കുന്നത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ റീബൗണ്ട് വരുമ്പോൾ ഓടുന്ന പോലെ അല്ല, പെനാൽറ്റി എടുക്കുന്നേക്കാളും മുന്നേ ഓപ്പോസിറ്റ് ടീമിലെ പ്ലെയർ ബോക്സിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത്. അപ്പോൾ ഈ 2 ഫാക്ടർ കൊണ്ട് ആ പെനാൽറ്റി റീടേക്ക് ചെയ്യും. വെടിയുണ്ട പോലെയൊക്കെ അടിച്ച് അതേ സ്ഥലത്തേക്ക് തന്നെ അടിച്ച് ഫസ്റ്റ് ഗോൾ അടിച്ചോട് കൂടിയിട്ട് ഇംഗ്ലണ്ട് സത്യം പറഞ്ഞാൽ നമ്മൾ റിതം ക്രിയേറ്റ് ചെയ്തെന്നാണ് വിചാരിച്ചത് അപ്പോൾ. എന്നാൽ കുറച്ച് കഴിഞ്ഞ് ഉടനെ തന്നെ ക്രൊയേഷ്യ കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ട് 1-1 കളി ഓക്കെ, നമ്മൾ കാണാൻ റെഡി ആയിരിക്കണം. ഓക്കെ, സംതിങ്
കാണാനുണ്ട് കളി. കാരണം നമ്മൾ ഈ പോർച്ചുഗലിൻ്റെ കളി കഴിഞ്ഞിട്ടാണ് ഈ കളി കാണുന്നതെന്നും കൂടി നമ്മൾ ആലോചിക്കണം. പോർച്ചുഗലിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് 1-1 നിൽക്കുന്ന സമയത്ത് ദേ വരുന്ന ഡിക്ലാൻ റൈസിൻ്റെ ഒരു കിടിലം ബോള് ഹെഡ് ചെയ്തിടുന്ന ഹാരി കെയ്ൻ 10 ഗോള്. അവരുടെ വേൾഡ് കപ്പിലെ ഇംഗ്ലീഷ് ടോപ്പ് സ്കോററിൻ്റെ ഒപ്പം എത്തിയിരിക്കുകയാണ് ഹാരി കെയ്ൻ. 10 ഗോളുകൾ വേൾഡ് കപ്പിൽ അടിച്ചുകൊണ്ട്, അതും 14 മാച്ചസാണ് ഞാൻ റെഫർ ചെയ്തത് ശരിയാണെങ്കിൽ. അതേപോലെ പെനാൽറ്റി എടുത്തതോടുകൂടി മെസ്സിയുടെ റെക്കോർഡ്, അതായത് ഒരു വേൾഡ് കപ്പിൽ പെനാൽറ്റി കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം മെസ്സിനെ വെട്ടിച്ച് കഴിഞ്ഞു ഹാരി കെയ്ൻ എന്നാണ് പറയുന്നത്. ഹാരി കെയ്ൻ 5 പെനാൽറ്റിയാണ് വേൾഡ് കപ്പിൽ ഉടനീളം അടിച്ചിട്ടുള്ളതെന്ന് വേണമെങ്കിൽ പറയാം. എന്നാലും ഓക്കെ, 2-1 കംഫർട്ടബിളായിട്ട് ഒരു ഹാഫ് ടൈം പോയിട്ട് അത്യാവശ്യം എന്താ പറയുക റെസ്റ്റ് ചെയ്ത് തിരിച്ച് വരാം. കാരണം ഹൈഡ്രേഷൻ ബ്രേക്കൊക്കെ ഉണ്ടല്ലോ, ബാസ്ക്കറ്റ് ബോൾ പോലെയായി ഇപ്പോൾ 4 ബ്രേക്സ് ഉണ്ട്. അത് അഫ്കോഴ്സ് കാലാവസ്ഥ അത് ചോദിക്കുന്നുണ്ട്. സോ അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ, വേറെ വഴിയില്ല. അപ്പോൾ ഹാഫ് ടൈമിന് തൊട്ട് മിനിറ്റ് മുന്നേ നൂസ ഏതാ ഗോൾ, എങ്ങനെയാണോ കെയ്ൻ അടിച്ചത് അതേപോലെ ഒരു മറുപടി ഗോൾ അടിച്ചിട്ട് 2-2. ഇംഗ്ലണ്ട് ഫാൻസ് സത്യം പറഞ്ഞാൽ പ്രാന്തായിട്ടുണ്ടാവും. കാരണം ഈ ഹാഫ് ടൈമിൽ നമ്മൾ കളി കണ്ടിട്ടുണ്ട്, നിങ്ങൾ കളി കണ്ടവരുണ്ടെങ്കിൽ നമുക്കറിയാം ഈ ഹാഫ് ടൈമിൻ്റെ ഒരു തൊട്ട് മുന്നേ ആൾക്കാരെല്ലാം പെട്ടെന്ന് പോവും. കാരണം ഇപ്പോൾ ഒരു 45 മിനിറ്റായി, ഒരു 3 മിനിറ്റ് ആഡ് ഓൺ കിട്ടിക്കഴിഞ്ഞാൽ ഒരു 46ാമത്തെ മിനിറ്റ് ആകുമ്പോഴേക്കും ആൾക്കാർ ബാത്റൂമിലേക്ക് പോകാനും ബിയർ വാങ്ങാനൊക്കെ ആൾക്കാർ ഇങ്ങനെ പോകും. കാരണം എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സിനിമ തിയേറ്ററിൽ പോലെ തന്നെ പോകുമ്പോൾ ആകെ തിരക്കാവും. അവിടെ മൂത്രം ഒഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ പിന്നെ സാധനങ്ങൾ വാങ്ങാനാണെങ്കിലും വെള്ളം വാങ്ങാൻ ആകെ തിരക്കാവും. അപ്പോൾ ആ പോവാൻ പോലും സമയം കൊടുക്കാത്ത രീതിയിലുള്ളൊരു ഇൻറ്റൻസ് മാച്ചായിരുന്നു സത്യം പറയുകയാണെങ്കിൽ ഇംഗ്ലണ്ട് വേഴ്സസ് ക്രൊയേഷ്യ എന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ഹാഫ്. എന്നാൽ ഫസ്റ്റ് ഹാഫിൻ്റെ ഉള്ളിൽ ആ ഡഗ് ഔട്ടിലേക്ക് പോയതിന് ശേഷം, അല്ലെങ്കിൽ ഇത് അവിടെ നടന്നത് എന്താണെന്ന് വെച്ചാൽ ഹാരി കെയ്ൻ പിന്നീട് ആ കളി കഴിഞ്ഞിട്ടാണ് പറയുന്നത്, ഈ വിജയം ഞങ്ങളുടെ മാനേജറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാമെന്നാണ്. കാരണം ആ റൂമിൽ തോമസ് തുഷേൽ പറഞ്ഞത് ഇംഗ്ലണ്ടിനോട് ഈ കാര്യമാണ്, തോൽക്കുകയാണെങ്കിൽ നമ്മൾ തോക്കട്ടെ, പക്ഷെ അത് നമ്മുടെ സ്റ്റൈലിൽ തോൽക്കണം, കളിച്ചു തോൽക്കണം, അല്ലാതെ തോറ്റിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല എന്നുള്ള ഈ കോട്ടാണ് തോമസ് തുഷേൽ എംഫസൈസ് ചെയ്ത് പറഞ്ഞതെന്നാണ് പറയുന്നത്. നമുക്കറിയാം തോമസ് തുഷേൽ എപ്പോഴും ദ മോസ്റ്റ് സ്കേറിയസ്റ്റ് ടീം ടു പ്ലേ അഗെയിൻസ്റ്റ് എന്ന് പറയുന്ന ടീം ഉണ്ടാക്കുന്ന ഒരാളാണ്. അത് തന്നെയാണ് നമ്മൾ ഈ കളിയിൽ അല്ലെങ്കിൽ ഈ മത്സരത്തിൽ കാണാൻ കഴിഞ്ഞതെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ആ ഡഗ് ഔട്ടിൽ നിന്ന് വന്നതിന് ശേഷം സെക്കൻഡ് ഹാഫ് തുടങ്ങിയതിന് ശേഷം നിമിഷ നേരങ്ങൾ കൊണ്ടാണ് ജൂഡ് ബെല്ലിംഗ്ഹാമായിട്ട് ഒരു ഗോൾ അടിക്കുന്നത്. ആ ഗോൾ അടിക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും എവിടേക്കാണ് ഈ കളി കൊണ്ടുപോകുന്നത്, എവിടേക്കാണ് ഇത് എത്താൻ പോകുന്നത്. കറക്റ്റ് എല്ലാ വേൾഡ് കപ്പിൻ്റെ ആവേശവും ഇതുവരെ കാണാത്തൊരു ഇംഗ്ലണ്ടിൻ്റെ പ്രസ്സിങ് ഗെയിമും കൂടി വന്നപ്പോൾ ഇംഗ്ലണ്ട് ഇത് ബഹുദൂരം മുന്നോട്ട് പോകാനുള്ള ഒരു ടൂർണമെൻറ്റാണ് ഇംഗ്ലണ്ടിന് ഈ 2026 കാത്തിരിക്കണമെന്ന് തന്നെ വേണം കേട്ടോ നമുക്ക് പറയാൻ. അത് കഴിഞ്ഞിട്ടും തുടരെ പ്രസ്സിങ്ങാണ്, നിർത്താത്ത പ്രസ്സിങ്ങാണ്. നമ്മൾ ആലോചിക്കണം, നോർമലി നമ്മൾ യൂറോപ്പിൽ കളിക്കുന്നവരാണ് ഇവരെല്ലാവരും, ഹാരി കെയ്ൻ, നോനി മാഡുവൊക്കെ, അതേപോലെ റാഷ്ഫോർഡ് പിന്നീടാണ് വന്നെങ്കിലും റാഷ്ഫോർഡ്, അതേപോലെ ബാക്കിൽ കളിക്കുന്നവരാണെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ്, ഇവരൊക്കെ ഒരു യൂറോപ്യൻ ടെമ്പറേച്ചറിൽ ബ്രൂണോ ഫെർണാണ്ടസ് എന്നാണ് പറയുന്നത്. ബ്രൂണോ ഫെർണാണ്ടസ് അല്ല, ഡിക്ലാൻ റൈസ്, അതേപോലെ നമ്മുടെ പിക്ഫോർഡ് വരെ ബോൾ പാസ് ചെയ്തിരുന്ന് കാണണം. ശരിക്കും ഒരു സ്റ്റോപ്പർ ബാക്ക് കളിക്കുന്ന പോലെയാണ് പിക്ഫോർഡ് കളിക്കുന്നതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടാ. നിങ്ങൾക്ക് എന്താണ് പിക്ഫോർഡിൻ്റെ കളീനെ കുറിച്ച് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നതൊക്കെ ഓക്കെ കുഴപ്പമില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ കളി 3-2 ഇംഗ്ലണ്ട് ലീഡ് ചെയ്യുന്നു. ഈ പറഞ്ഞ പോലെ ടെമ്പറേച്ചറിൻ്റെ കാര്യം വളരെ വ്യത്യസ്തമായുള്ള ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റി കൂടുതലായതുകൊണ്ടാണ് ഈ ഹൈഡ്രേഷൻ ബ്രേക്സ് വരുന്നത്. നമ്മൾ ക്ലബ് വേൾഡ് കപ്പിൻ്റെ സമയത്ത് കണ്ടതാണ്. അപ്പോൾ ഈ ഹൈഡ്രേഷൻ ബ്രേക്കും കഴിഞ്ഞ് ഇത്രയും ബോഡി ഹീറ്റായിട്ട് ജൂഡ് ബെല്ലിംഗ്ഹാമൊക്കെ വിയർക്കുന്നത് നമ്മൾ സ്ക്രീനിൽ ജൂഡിൻ്റെ ക്ലോസ് വയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, വിയർത്ത് കുളിക്കുകയാണ്. നമ്മൾ സ്കൂളിലൊക്കെ പണ്ട് മറ്റേ PT പീരീഡിനൊക്കെ പോയിട്ട് വരുന്ന പോലെ ഇങ്ങനത്തെ ഒരു വിയർപ്പൊന്നും നമ്മൾ ഇവിടെ സാധാരണ യൂറോപ്യൻ ലീഗിൽ കളിക്കുമ്പോൾ ഞാൻ ഇത്രയും ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, എൻ്റെ ഒരു ഒപ്പീനിയനാണ്, ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനെ അത്രയും ടെമ്പറേച്ചറിൽ പോലും അവർ ഫുൾ എഫേർട്ട് ഇട്ട് കളിക്കുക എന്നാണ് ഞാൻ പറയാൻ വന്ന കാര്യം. അപ്പോൾ ഇത്രയും എഫേർട്ട് ഇട്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു ടൂർണമെൻറ്റിൽ ഔട്ട് ആൻഡ് ഔട്ട് ഓടിക്കളിക്കണം, ഔട്ട് ആൻഡ് ഔട്ട് പ്രസ്, ഫുൾ ടൈം പ്രസ് ചെയ്യുക, ബോൾ മേടിക്കുക, അറ്റാക്ക് ചെയ്യുക, പ്രസ് ചെയ്യുക, ബോൾ മേടിക്കുക, അറ്റാക്ക് ചെയ്യുക, ഓപ്പോസിറ്റ് ടീമിന് ഓർഗനൈസ് ആവാൻ സമയം കൊടുക്കാതിരിക്കുക. അവർ ഔട്ട് അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ
പോയി പ്രസ് ചെയ്യുക, അങ്ങനത്തെ ഒരു ഗെയിം. അങ്ങനെ അത് കഴിഞ്ഞ് ക്രൊയേഷ്യ മോഡ്രിച്ചിനെ പിൻവലിക്കാൻ തീരുമാനിച്ചു. സ്റ്റാൻഡിങ് ഓവേഷൻ. ഓഫ് കോഴ്സ് ലെജൻഡ് തന്നെയാണ്. ബാഡ്ജ് ഇപ്പോൾ എല്ലാ ലെജൻസിനും ബാഡ്ജ് കൊടുക്കുന്നുണ്ട്. അത് അവരുടെ സെലിബ്രേഷനിൽ വെച്ചിട്ടാണ് ഞാൻ മെസ്സിയുടെ റൊണാൾഡോയും കണ്ടത്, അത്ഭുതപ്പെട്ടു പോയത്. മെസ്സിയുടെ സെലിബ്രേഷൻ്റെ ബാഡ്ജ് ലെജൻഡ്, റൊണാൾഡോൻ്റെ സെലിബ്രേഷനിലെ ലെജൻഡ്, അതേപോലെ മോഡ്രിച്ചിന് ലെജൻഡിൻ്റെ ബാഡ്ജ് ഉണ്ട്. ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ്, ഒന്നും പറയാനില്ല. ഒരു അടിപൊളി ഇനീഷ്യേറ്റീവ് തന്നെയായിട്ടുണ്ട്. അങ്ങനെയൊന്നും സത്യം പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇതിന് മുന്നേ ഒരുപാട് ലെജൻസ് ഇറങ്ങിപ്പോയിട്ടുണ്ട്, പക്ഷേ ഇതൊരു വൻ സംഭവം തന്നെയായിരുന്നു, ഒന്നും പറയാനില്ല. അത് നല്ലൊരു ഐഡിയ ആയിരുന്നു. കാരണം അവരെ റെക്കഗ്നൈസ് ചെയ്യുക, ലാസ്റ്റ് ഡാൻസ് റെക്കഗ്നൈസ് ചെയ്യുക എന്ന് പറയുന്നത്, ആ ജേഴ്സിയിൽ അതിൽ കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യം. ഒരുപാട് പ്രശ്നങ്ങൾ ഇത്രയും വേൾഡ് കപ്പിൽ നടക്കുന്നുണ്ടെങ്കിലും അതിൽ ചില 2-3 കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ടെന്ന് തന്നെ വേണം പറയാൻ. അങ്ങനെ മോഡ്രിച്ചിനെ കയറ്റുന്നു. അത് കഴിഞ്ഞ് സാക്ക വരുന്നു, ഇപ്പുറത്ത് റാഷ്ഫോർഡ് വരുന്നു. ഇവരും സാക്കയും റാഷ്ഫോർഡും, സാക്ക എന്തോരം പൊട്ടൻഷ്യലുള്ള പ്ലെയറാണെന്ന് നമുക്കറിയാം. ഇവിടെയാണ് സബ്സ്റ്റിറ്റ്യൂട്ടുകളുടെ പ്രസക്തി വരുന്നത്. കാരണം സബ്സ്റ്റിറ്റ്യൂട്ട്സിന് കഴിവുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് അല്ലെങ്കിൽ പൊട്ടൻഷ്യലുള്ള സബ്സ്റ്റിറ്റ്യൂട്ട്സ് വരുമ്പോൾ കളി സ്റ്റിൽ ഹോൾഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അപ്പോൾ സാക്കയും റാഷ്ഫോർഡും നിരന്തരം പ്രസ് ചെയ്യുന്ന അവസാനം റാഷ്ഫോർഡിൻ്റെ ഒരു കിടിലൻ ഗോള് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഔട്ട് ചെയ്ത് അടിപൊളി ഗോള്. കാരണം ഈ കീപ്പർ സാധാ ഒരു നോർമൽ കീപ്പർ പറയുന്നതല്ല, അത്യാവശ്യം അടിപൊളി സേവുകൾ ചെയ്ത കീപ്പർ തന്നെയാണ്. ഇതിൻ്റെ ഇടയിൽ 2-3 ഷോട്ട് ആൾ സേവ് ചെയ്യുകയും ചെയ്തു. എയറിൽ നിന്ന് സേവ് ചെയ്യുന്നുണ്ട് ഒരേ സമയം 2-3 ഷോട്ടുകൾ. അപ്പോൾ അത്രയും നല്ല കീപ്പറിനെതിരെ 4 ഗോൾ അടിക്കുക എന്ന് പറയുന്നത് ഇംഗ്ലണ്ട് ചെറിയ പണിയൊന്നുമല്ല എടുത്താക്കുന്നത്. അങ്ങനെ ഇംഗ്ലണ്ട് 4-2 ഫസ്റ്റ് ഗ്രൂപ്പ് സ്റ്റേജിൽ വന്നിട്ട് ജയിച്ചിട്ട് വരവറിയിച്ചിരിക്കുകയാണ്. ഇത് എൻ്റെ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ എൻ്റെ ഐഡിയയിൽ ഇത് തോമസ് തുഷേലിൻ്റെ ഇംഗ്ലണ്ടാണ്. സൗത്ത് ഗേറ്റിന് ഒരു ഇംഗ്ലണ്ട് ഉണ്ടായിരുന്നു, അതേപോലെ ഇതിന് മുന്നേ വന്ന കോച്ചുകൾക്കും ഇംഗ്ലണ്ടുകൾ ഉണ്ടായിരുന്നു. അവരുടെ ഇംഗ്ലണ്ടിൽ അത്യാവശ്യം ലെജൻസും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്രാവശ്യം തുഷേൽ നിർമ്മിച്ചത് എ ടീം ഹൂ ഡോണ്ട് വാണ്ട് ടു പ്ലേ എവർ, അങ്ങനത്തെ ഒരു കോട്ടിലാണ് ടീമിനെ ഉണ്ടാക്കിയേക്കുന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ഒരു പൊട്ടൻഷ്യലും ഇത്രയും എഫേർട്ടും ഇത്രയും സ്റ്റൈലും അതേപോലെ ഇത്രയും കൺവേർട്ടിങ്ങും അതേപോലെ ഇത്രയും എന്താ പറയുക കണക്ഷൻ, 1-to-1 പാസ്, 1 ടച്ച് പാസ് ഇട്ടാണ് കളിക്കുന്നത്. 1 ടച്ച് പാസ് സത്യം പറഞ്ഞാൽ ഒരു 30-35 ഗെയിമൊക്കെ ഒരു സീസണിൽ കളിക്കുന്ന ഒരു ക്ലബിൻ്റെ അതേ കോർഡിനേഷനിലാണ് ഒരു വേൾഡ് കപ്പ് നാഷണൽ ടീം കളിക്കുന്നത്. നമുക്ക് ബ്രസീലിൻ്റെ എക്സാമ്പിൾ ഉണ്ട്, പോർച്ചുഗലിൻ്റെ എക്സാമ്പിൾ ഉണ്ട്, ഈവൻ അർജൻറ്റീനയുടെ എക്സാമ്പിൾ ഉണ്ട്, ഫ്രാൻസിൻ്റെ പേപ്പറിൽ എത്ര അടിപൊളിയായ ഫ്രാൻസിൻ്റെ എക്സാമ്പിൾ ഉണ്ട്. ഫ്രാൻസ് പോലും ഫസ്റ്റ് ഹാഫിൽ ഇത്രയും അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു ഫസ്റ്റ് ഗെയിമിൽ ഇത്രയും പ്രഷറുള്ള ഒരു ഗെയിമിൽ, അതും ഒട്ടും മോശക്കാരല്ലാത്ത ഒരു ക്രൊയേഷ്യൻ സൈഡിനോട് ജയിക്കണമെന്നുണ്ടെങ്കിൽ, അത് 4-2 ഫുൾ എഫേർട്ട് ഇട്ട് ജയിക്കണമെന്നുണ്ടെങ്കിൽ ദിസ് ടീം ഈസ് എ വെരി ഗുഡ് ടീം ആൻഡ് പൊട്ടൻഷ്യലി സിമ്പിളായി സെമി ഫൈനലിൽ എത്താൻ പറ്റുന്ന ഒരു ടീമാണ്. ഇൻ കേസ് സെമി ഫൈനലിൽ പ്രഷർ കാരണം ഫ്രാൻസോ സ്പെയിനോ അർജൻറ്റീനയോ ഇവർ 4 പേരുമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. ഇവരായിട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും മാറിയിട്ട് ഫൈനലിൽ എത്താതെ പോവുകയാണെങ്കിൽ ഉള്ളൂ ഇംഗ്ലണ്ട് ഞാൻ പറയുകയാണെങ്കിൽ. സോ ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഓൺ തോമസ് തുഷേൽ തന്നെയാണ് ഈ ഇംഗ്ലീഷ് ടീമിൻ്റെ ജർമ്മൻ എഞ്ചിന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനിയുള്ള അടുത്ത 2 കളികൾ ഗാനനായിട്ടും പനാമേനായിട്ടാണ്. ചെറിയ 2-3 പോരായ്മകൾ ഡിഫൻസിൽ ചെറിയ പാളിച്ചകളുണ്ട്, ശരിയാണ്. കാരണം അത് എവിഡൻ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫിൽ. എന്നാൽ അത് അവർ കുറച്ച് ഭാഗമൊക്കെ ഒരു 70% ഒക്കെ ഒരു സെക്കൻഡ് ഹാഫിൽ ഫിക്സ് ചെയ്തു. പക്ഷേ ഇനിയും ഫിക്സ് ചെയ്യാനുണ്ട്. ഗേഹി വരണം എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ. കാരണം ആൾ അത്രയും ഗെയിംസും മിനിറ്റ്സും ഇംഗ്ലണ്ടിൽ സിറ്റിയിൽ കളിച്ചിട്ടാണ് വരുന്നത്. സോ ഇപ്പോൾ ഉള്ള ഒരു മോശക്കാരെന്നല്ല. അതേപോലെ ആൻഡേഴ്സനെ കുറിച്ച് പറയാൻ വിട്ടുപോയി, എന്നോട് ക്ഷമിക്കണം നിങ്ങൾ. ആൻഡേഴ്സൺ, ഡെക്ലൻ റൈസ്, ഒന്നും പറയാനില്ല. എന്ത് കളിയാണ്, എന്തൊരു എഫേർട്ട് ഇട്ടാണ് ഒരു ടീമിന് വേണ്ടി കളിക്കുന്നത്. ഈ ടീം സ്പിരിറ്റാണ് പല ടീമുകളെയും ജയിപ്പിക്കണമെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. കാരണം ഈ ടീം സ്പിരിറ്റ് ഉണ്ടാക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പങ്ക് തോമസ് തുഷേലിൻ്റെ തന്നെയാണ്. ഞാനത് എവിഡൻ്റായിട്ട് പറയും. കാരണം 2021 നമ്മുടെ ചെൽസീനെ വെച്ചാൽ ഒരു സൂപ്പർ സ്റ്റാർ ആ തിയാഗോ സിൽവ ആയിരിക്കും ചിലപ്പോൾ മോസ്റ്റ് എക്സ്പീരിയൻസ്ഡ് പ്ലെയർ ആ സ്ക്വാഡിൽ ഉണ്ടായിരുന്നുണ്ടാവുക. ആ ടീമിനെ വെച്ചിട്ട് സിറ്റീനെ അടുപ്പിച്ച് കായ് ഹവേർട്സിൻ്റെ ഒരൊറ്റ ഗോളിൽ ആ ചാമ്പ്യൻസ് ലീഗ് എടുത്തു കൊടുക്കുകയാണ്. ഈ ഡെൽ പിയറോൻ്റെ പങ്ക് മൊത്തം ടീമിനെയും, അതായത് 11 പ്ലെയേഴ്സ് അല്ലാണ്ട് മൊത്തം ടീമിനെ അണിനിരത്തിക്കൊണ്ടിട്ടുള്ള ഒരു വേൾഡ് കപ്പ് നാഷണൽ ആന്താണ് ഈ വേൾഡ് കപ്പ് ഇട്ടിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അവരുടെ ഫോർമാറ്റ് നിൽക്കണതൊക്കെ വ്യത്യാസം തന്നെയാണ്. എന്നാൽ ഈ നാഷണൽ ആന്തം
ആലപിക്കുന്ന സമയത്ത് ക്യാമറാമാന്മാരെ ഒരു സീരീസ് തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇവരെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു 10-60 ആൾക്കാരുടെ 10-60 ആൾക്കാരാണ് ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടി, പ്ലെയേഴ്സിന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ ഡഗ് ഔട്ടിലുള്ളവർക്ക് ടീമിനെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എടാ എന്താ ഇപ്പോൾ ഡഗ് ഔട്ടിൽ ഇപ്പോൾ എല്ലാ പ്ലെയേഴ്സും നാഷണൽ ആന്തത്തിന് ചെല്ലുണ്ടല്ലോ, പിന്നെ എന്തിനാണ് നിൽക്കുന്നത്? പക്ഷേ തോമസ് തുഷേൽ പറയുന്നത് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു അവർ നാഷണൽ ആന്തം ആലപിക്കുന്നത്, എൻ്റെ ടീം നാഷണൽ ആന്തം ആലപിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഇത്രയും 60-65 ക്യാമറാമാന്മാരുടെ ഒരു ചെമര് കാരണം, അല്ലെങ്കിൽ ഒരു വോള് കാരണം എനിക്ക് ആ മൊമെൻ്റ് നഷ്ടപ്പെട്ടു. ഒന്ന് മര്യാദയ്ക്ക് കാണാൻ പോലും പറ്റിയില്ല എൻ്റെ ടീമിനെ എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ദയവായി, അതായത് ഒരു 50 മീറ്റർ വ്യത്യാസമുള്ള പ്ലെയേഴ്സിനായിട്ട് ഒന്നും കാണാൻ പറ്റില്ല എന്നാണ് ആൾ പറയുന്നത്. അപ്പോൾ ഫിഫയോട് ആളൊരു അഭ്യർത്ഥനയാണ് ലാസ്റ്റ് മീഡിയനോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്, ദയവ് ചെയ്ത് ഫോട്ടോഗ്രാഫേഴ്സിനെ ഒരു പിടി അകലം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എല്ലാ കോച്ചസിനും അവരുടെ ടീമിൻ്റെ നാഷണൽ ആന്തം അവർ പാടുന്നത് കാണാൻ സാധിക്കട്ടെ ഇനി വരുന്ന ദിവസങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോയും പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. ഇനി ഇങ്ങനത്തെ വീഡിയോൻ്റെ ഇടയിൽ മ്യൂസിക് ആഡ് ചെയ്യണോ, ക്ലിപ്സ് ആഡ് ചെയ്യണോ, അതോ ഈ വളവളവളാന്ന് ഞാൻ വർത്താനം പറയുന്നതാണോ വേണ്ടത്? എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യ്. നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ എല്ലാ ദിവസവും മാക്സിമം എനിക്ക് പറ്റുന്ന പോലെ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഭയങ്കര ടൈറ്റ് ഷെഡ്യൂളാണ്, വർക്കും ഇവിടെയും. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ആയതുകൊണ്ട് ഇവന് സുഖമല്ലേ കളി കാണാമെന്ന്, ഇവിടെ അതിലും ടാസ്ക്കാണ്. നിങ്ങൾ 6:30-ക്കാണ് അർജൻറ്റീനയുടെ കളി കണ്ടെങ്കിൽ ഞാനിവിടെ 3 മണിക്കാണ് കണ്ടത് പുലർച്ചെ. അപ്പോൾ സമയം എല്ലായിടത്തും എല്ലാവർക്കും അമേരിക്കയിലായാൽ സീൻ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പറ്റുന്ന പോലെയൊക്കെ മാക്സിമം വീഡിയോ ഇടാൻ നോക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് എന്നെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തായാലും ഡിസ്ലൈക്ക് ചെയ്യുക, അതിനുള്ള കാരണം പറയുക. സോ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ പാക്കലാം.